ഇടിയത്തില്ല. ആർപ്പിടുമ്പോൾ അതിന്റെ കാകളൂതി കൊണ്ട് ഇടിയത്തില്ല. എന്നാൽ എപ്പോഴും കാകളൂതിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഇടിയുന്നില്ലല്ലോ. ഇത്രയും പുറപ്പെടുമ്പോഴുന്നത് ദൈവം ഊതാൻ പറഞ്ഞ് ഊതുമ്പോൾ, നടക്കാൻ പറയുമ്പോൾ, നമ്മൾ ചുറ്റും നടക്കുമ്പോൾ അതിന്റെ മുകളിൽ ഒരുവൻ വന്ന് നിൽക്കും. അതിന്റെ വലിപ്പമൊന്നും വലിയ വലിപ്പമല്ല. അതിന്റെ വലിപ്പമൊന്നും വലിയ വലിപ്പമല്ല. വേറൊരു കാര്യം പറഞ്ഞ വലിപ്പമല്ല. കാരണം ശരിഭാവിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാഭാവത്തിന്റെ മുമ്പിൽ ഇത് വലിപ്പമാണോ? ഇത് വലിപ്പമാണോ? മഹാപർവ്വതോ? മതിലല്ല, മഹാപർവ്വതം നിൽക്കുക. ശരിഭാവിൽ പ്ലാസ്റ്റിക്കിൽ ഇരിക്കുക. ദൈവത്തിന് ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ നിന്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രാർത്ഥിക്കുന്നവന് ഉപസിക്കുന്നവന്റെ മുമ്പിൽ ഏതുപോലെ പർവ്വതമാണെങ്കിലും അതെന്ത് ചെയ്യും? ദൈവത്തിന് പോലും കേൾക്കാൻ സാത്താനിൽ സൈന്യത്തിൽ കാലുകൾ വെച്ചിട്ട് അവന്റെ കാൽക്കീഴ് എവിടെ വെച്ചു? സാത്താനിൽ സൈന്യത്തിൽ അവന്റെ കാൽക്കീഴ് ചെയ്തു. അപ്പൊ അവനെ ചവിട്ടിയും ചെയ്തു. കർത്താവ് ചവിട്ടി. ഇപ്പൊ അവന്റെ ആയുധമൊക്കെ എന്ത് ചെയ്യാം? അവനും കിടക്കുന്നു. അവന്റെ ആയുധം എവിടെയാ? കാലഘട്ടങ്ങളിൽ വെല്ലുവിളിച്ചിരുന്ന സാത്താനവന്റെ സൈന്യത്തെ ഏടിൽ ഒരുവൻ പർവ്വത ശക്തികളെയും മുമ്പോട്ട് വിടലെന്ന് വെല്ലുവിളിക്കുന്ന ശരിഭാവൻ ഇരിക്കാൻ തുടങ്ങിയ നിന്നോട് മുമ്പോട്ട് പോകാൻ വിടലെന്ന് വെല്ലുവിളിക്കുമ്പോ ഈ ദൈവസന്നി മുട്ടുമടക്കാൻ തുടങ്ങിയ മുമ്പിൽ എത്ര വലിയ പർവ്വത ശക്തിയാണ്. മുട്ടുമടക്കാൻ തയ്യാറുണ്ടോ? മുട്ടുമട എത്ര വലിയ പ്രശ്നമായിക്കോട്ടെ, എത്ര വലിയ പ്രതിസന്ധി ആകട്ടെ, ദൈവസന്നി മുട്ടുമടക്കാൻ തയ്യാറുണ്ടോ? പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടോ? ദൈവം ഇടപെടാൻ പോകുക. പക്ഷെ ദാവീദാരാണ് എല്ലാവരും തോറ്റു പുറകോട്ട് പോയപ്പോ പ്രാർത്ഥിക്കുന്ന അതെ ദാവീദിന് മുമ്പിൽ എന്ത് ചെയ്തു? അവൻ വീഴാൻ തുടങ്ങി. ചെഞ്ചി കല്ലെടുക്കാൻ വേണ്ടി ആര് പറഞ്ഞു? അഭിഷേകം പറഞ്ഞു. അമ്മ പറഞ്ഞു, ദാവീദേ നീ എന്ത് ചെയ്താ മതി? കല്ലെടുത്താ മതി. നീ വാളും കൊണ്ട് പോണ്ട, കുന്തം കൊണ്ട് പോണ്ട. വാളും കൊണ്ടും കുന്തം കൊണ്ടല്ല ദൈവം